അങ്ങനെ ആ കാര്യത്തിൽ തീരുമാനമായി. ഞാൻ തുടക്കമേ പറഞ്ഞു ഈ കേസ് ജയിക്കൂലെന്ന്. പിന്നെ അതിൻ്റെ ഒരൊറ്റ നിർബന്ധം കൊണ്ടാണ് ഞാൻ കേസ് വീണ്ടും ഫോർവേഡ് ചെയ്തത്. എന്തിനാടാ എൻ്റെ കയ്യിലെ കാശ് വെറുതെ? എൻ്റെ ആവശ്യമായിരുന്നല്ലേ. എടാ ബേബിയെ, ഇതായി കേസിന്റെ കാര്യം. അത് നമ്മ തോറ്റുപോയേട്ടാ. വല്ല നല്ല വക്കീലിനെ വെക്കായിരുന്നില്ലടാ. അതിനൊക്കെ വലിയ കാശ് ചെലവാവൂലേട്ടാ. എന്റെ സിവിൽ കേസ് ക്രിമിനലാക്കിയവനാ. കൂറുമാറിയല്ലടാ. കൂറുമാറിയതല്ല, ഞാൻ പറയുന്നേക്ക്. വക്കീലേ, കേസിന്റെ കാര്യം. കേസാ? എന്ത് കേസ്? അത് കഴിഞ്ഞില്ലേ? ഇനി മുനിസിപ്പാലിറ്റിയുടെ നോട്ടീസ് വരും. എന്നാണ് കടയടിച്ച് മാറ്റണമെന്ന് അറിയിച്ചിട്ടുള്ളത്. വേറെ പോകാൻ വഴിയൊന്നുമില്ലേ? ജില്ലാ കോടതിയിൽ ഒരു അപ്പീൽ കൊടുക്കാം. ഓ വേണ്ട, അതും ചിലവാകും. അതും എൻ്റെ പെടലിക്ക് തന്നെയാണല്ലോ വരുന്നത്. നീ ആദ്യം ഇത്ര നാളും ചെയ്ത എൻ്റെ ഫീസും കിടക്ക്. കാശൊക്കെ ഞാൻ തരാൻ വക്കീലേ. എന്തെങ്കിലും ഒരു പോകാൻ വഴി പറ. എൻ്റെ ഉപജീവനമാർഗ്ഗമല്ല കട. പിന്നെ കടയിട്ട് ഇത്തിരി സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. ഇതിപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്താണ് ന്യായം. ഈ റോഡ് വികസനം എന്ന് പറഞ്ഞാൽ ആ നാടിൻ്റെ ഒരു പൊതു ആവശ്യമാണത്. ഇപ്പം അതിൻ്റെ ഉടമസ്ഥനാണെങ്കിൽ വസ്തു കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. അത് അയാൾക്ക് കാശ് കിട്ടും, അത് തന്നെ. അതാ ഞാനും പറഞ്ഞേ. നീ അയാളെ ചെന്ന് കണ്ടിട്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക. എന്തെങ്കിലും കിട്ടിയ എൻ്റെ ഫീസ് അങ്ങ് തന്നേക്ക്. ചേട്ടനിത് എന്തിൻ്റെ ഭ്രാന്താണ്? അയാളൊരു വ്യാളിയാണ് ഏട്ടാ. അയാൾ ഞാനായിട്ടുള്ള സീൻ എന്താണെന്ന് ചേട്ടൻ അറിയാല്ല. ഇത് അടുക്കള. ഓ, ഇത് കുളിമുറിയും കക്കൂസും ആണോ? ഇത് പിന്നെ ഞാനേ ഓള് കിടക്കുന്ന സ്ഥലം. അപ്പൊ ഞങ്ങളൊക്കെ വന്ന് ഇവിടെ കിടക്കും. നിങ്ങൾ വന്നാലോ? ഇവിടെ കിടന്നാ മതി. അവിടെ അത് മതി. ലോട്ടറി ഇന്നടിക്കുന്ന ആളടിക്കുന്നു പറഞ്ഞ് കുറെ നാളായിട്ട് പണിക്കൂടി പോകാൻ അതിന് ഒത്തിരി ഒന്നും ആയില്ലല്ലോ. 12 വർഷമല്ലേ ആയുള്ളൂ. ഞാൻ 30 വർഷമായിട്ട് ഇതിന്റെ പുറകെ നടക്കുക. അന്നേരം അവന്റെ 12 വർഷം. എന്തായി? ഇതെന്താണ് ഒരു ഉത്തരവാദിത്തം ഇല്ലാത്തത്? ഇപ്പോഴാണ് കട തുറക്കുന്നത്. അതെ, രാവിലെ ലോട്ടറി എടുക്കാഞ്ഞിട്ട് എനിക്ക് കൈ എടുത്ത് വിറക്കുക. ഇവന് കട അടച്ചിട്ട് ഇവന് അവിടെ പോയി വിളിക്ക്. കിട്ടുന്നില്ലേ? സ്വിച്ച് ഓഫ് ഉള്ള ആ നേപ്പാളി എവിടെ പോയി കിടക്കുക? ഇനിയിപ്പോ മുങ്ങിയ വേണ്ടാതിനെ പറയില്ലടാ, വെറുതെ ഒന്ന് പേടിപ്പിക്കല്ലേ. ഡാ, അവൻ ശരിക്കും മുങ്ങിയതാണോ? കാശ് വല്ലതും പോയാ? ആലോചിക്കാതെ പോയി നോക്കടാ. എടാ, കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ നടപ്പുഴ ഷാപ്പിലെ ബായില്ലേ, മുതലാളിയെ വെട്ടിക്കൊന്ന് കഷ്ണം കഷ്ണമാക്കി ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് മുങ്ങി. എന്താടാ ബേബി? ഞാൻ കഴിഞ്ഞ ദിവസം അവൻ്റെ ഒരു പൊതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കാശുണ്ടായിരുന്നു. ആടാ, അതും ഇപ്പൊ കാണുന്നില്ല. അപ്പ മുങ്ങി തന്നെ. പോലീസിന് വിളി. അവന്റെ ബാഗും കാണുന്നില്ലല്ലോ. എടാ, നീ കിടന്ന് തപ്പ് കളിക്കാതെ പോലീസിനെ വിളിക്ക്. അവൻ വിട്ടുപോകുന്നതിന് മുമ്പ് അവനെ പിടിക്കാം. പോലീസിനെ വിളിക്ക്. ഒരു ലോട്ടറി എടുക്കല്ലേ? ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? അപ്പോ പൊതിയായിട്ട് അവൻ മുങ്ങി. അതെ. അവന്റെ പേരെന്താണ്? വീർ ഷേർപ്പ. എന്തുകൊണ്ടും വീർ ഷേർപ്പ. വീർ ഷേർപ്പ. വയസ്സ്? വയസ്സൊരു 10-25 വയസ്സ് കാണും സാറേ. വയസ്സൊരു 10-25. എടാ, വയസ്സ് ചോദിക്കുമ്പോ 10-25 നിൽക്കണം പറയണ. കൃത്യമായിട്ട് പറയടാ. ഒരു 25. വയസ്സ് 25. അഡ്രസ് പറ. അഡ്രസ് നേപ്പാളാണ്. നേപ്പാളാ? നേപ്പാളിലെവിടാ? ഏത് ജില്ല? ഏത് സ്റ്റേറ്റ്? വീട്ടുപേര്, വീട്ടഡ്രസ് ഇതുപോലെ അറിയാവോ? അറിയില്ല. എടാ, അതൊക്കെ വേണോട്ടാ. അവന്റെ ഐഡി പ്രൂഫ് വല്ലതുണ്ടാ? അതുമില്ല. എടാ, അന്യ സംസ്ഥാന തൊഴിലാളികളെ പണിക്ക് നിർത്തുമ്പോ അവരുടെ അഡ്രസ് പ്രൂഫ് മേടിക്കുന്ന അറിയാൻ പാടില്ലേ? അറിയില്ല. അതും അറിയില്ലേ? സാറേ, ഇത് കേട്ടാ, ഇപ്പൊ പരാതിക്കാരനെതിരെ കേസെടുക്കേണ്ട അവസ്ഥയാണ്. ആ നേപ്പാളിയുടെ ഒരു ഡീറ്റെയിൽസും കയ്യിലില്ലെന്ന്. ഓക്കെ, എത്ര നാളായിട്ട് ഇവനെ പരിചയമുണ്ട്? അതെങ്കിലും പറ. ഒരു 5-6 മാസമായിട്ടുണ്ട്. എന്താടാ, ഒന്നിനൊരു ഉറപ്പില്ലല്ലടാ. എടാ, അവന്റെ മൊബൈൽ നമ്പറോ ഫോട്ടോയോ എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടാ? ഫോട്ടോ ഉണ്ട്. എവിടെ കൊണ്ടുവന്നേ? എടാ, ഇവനെ കണ്ടറിയാലടാ നേപ്പാളിൽ നിന്ന കള്ളനാണെന്ന്. എന്നാ
ആ പൊതിയിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? ഒതിയിൽ ഒരു 30,000 രൂപയും പിന്നെ ഒരു 5250 രൂപയുടെ ലോട്ടറി ഉണ്ടായിരുന്നു. ഭാഗ്യം. അതിനെങ്കിലും നിനക്കൊരു കൃത്യത ഉണ്ടല്ലോ. എന്തായാലും നിന്റെ തല പോകാതിരുന്നത് നന്നായി. സാറേ, എനിക്ക് അവനൊരു അനിയനെ പോലെ ആയിരുന്നു. അനിയനിപ്പ ചേട്ടൻ്റെ. നീയേ ഇവിടെ ഒരു ഒപ്പിട്ടെ. എവിടെ? SI സാർ വരുമ്പോളേ ഞാൻ കൊടുത്തോളാം, പോയിക്കോ കേട്ടാ. അയ്യോ സാറേ, അത് നാട്ടുകാരുടെ പ്രൈസ് അടിച്ച കാശാണ്, അത് കൊടുക്കാനുള്ളതാണ്. അവൻ നാട് വിടുന്നതിന് മുമ്പെങ്കിലും ഒന്ന്. എടാ, ഇതൊന്നും അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്നെ അന്വേഷിക്കാൻ ഇവിടെ ആളില്ല. പിന്നെയാണ് നിന്റെ നേപ്പാളി പണിക്കാരന്. നീ പോയിക്കോ, SI വന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. സാറേ, എങ്കിൽ SI ഒന്ന് കണ്ടിട്ട് പോയാൽ പോരെ? അന്നാ നീ ആ ബെഞ്ചിലേക്ക് ഇരുന്നോ. ആ ശരി സാർ. Peter, this is your house? നോട്ട് നൗ. ഓക്കെ, ഇപ്പല്ല, ചിലപ്പായേക്കാം. ഓക്കെ ഗോമസ്, ഓക്കെ ഡാർലിംഗ്, see you soon. Hey, what about my sunglass? Okay. Peter, my jacket. Whoa. Catch. Huh? എല്ലാവർക്കും എല്ലാം കിട്ടിയല്ലോ. ഇനി ഒരു പരാതിയില്ലല്ലോ. ദിസ് ഈസ് മൈ റൂട്ട് മാപ്പ്. ഓക്കെ? Yeah. Hello. എങ്ങോട്ടാ? ഡോ. ഹലോ. എന്താ ആ, ഇവിടെ ഇരിപ്പുണ്ടോ? എടാ, നീ എങ്ങനെ? സീനൊക്കെ ഞാൻ അറിഞ്ഞ്. ഗോവയെന്നോ എന്നെ വഴിയാണ്. വീട്ടോട്ട് പോലും പോയില്ല, നേരെ ഇങ്ങടെ വന്നേ. എന്തൊക്കെയായിരുന്നു? ചോറും കൊണ്ടേ കൊടുക്കുന്നു, ഡ്രസ് മേടിച്ചു കൊടുക്കുന്നു, മലയാളം പഠിപ്പിക്കുന്നു. അനിയനാണത്ര, അനിയൻ. ആ, എന്റെ പൊന്നു ചേട്ടാ, ഇവനോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞതാ അവനെ വിശ്വസിക്കരുതെന്ന്. എന്നിട്ട് ക്യാഷ് കൊണ്ടേ അവന് കൊടുത്തേക്കണ്. ഇപ്പൊ എന്തായി? പണി കിട്ടിയില്ലേ? ആ കാശ് ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, കൊള്ളു. മണാലി, കാശ്മീര്, ആഗ്ര, ഡൽഹി, അങ്ങനെ എന്തോരം സ്ഥലത്ത് ടൂർ പോകാരുന്നറിയാമോ? നാശിപ്പിച്ചു കളഞ്ഞില്ലടാ. എന്തി കണ്ടാ? പോലീസുകാരൻ പറഞ്ഞു SI വരട്ടെന്ന് പറഞ്ഞു. ഈടാ ഇവന്മാരെ കൊണ്ടൊന്നും വരുന്നേട എവിടെ ഉണ്ടാവൂല. നമുക്ക് അറിയാവുന്നല്ലേ, മലയാളികളെ തന്നെ പിടിച്ചിട്ട് കിട്ടല്ല, പിന്നെയാണ് നേപ്പാളിനെ പിടിക്കാൻ പോണത്. എന്താടാ? നീ അടിച്ചിട്ടുണ്ടാ? ഞാൻ അടിച്ചിട്ടുണ്ട്. ഇതേ നിനക്കുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട്. കിട്ടില്ല സാധനമാണ്. കള്ളിന്റെ മണം പോലും ഉണ്ടാവില്ല, ഒരു തരി സ്മെല്ല് പോലും ഉണ്ടാവില്ല. എനിക്കൊന്നും വേണ്ട. നിനക്ക് വേണ്ടേ? നിനക്ക് വേണമെങ്കിൽ എനിക്ക് വേണ്ട. അവിടെ നിന്ന് മേടിച്ചപ്പോ മണൂലെന്നാ പറഞ്ഞത്. എവിടെയാണ് സെല്ല്? വക്കീലിനൊന്ന് വിളിച്ചു പറഞ്ഞു. ആംബുലൻസ് കൊണ്ട് വിളിച്ചോടാ. സാറേ വാ.